ഇന്ന് ഞാനൊരു വീട്ടിൽ വന്നതാണേ, നാടൻ കോഴി വാങ്ങിക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്രയും നാടൻ കോഴിയുള്ള ഞാനെന്തിനാ പിന്നെയും പൈസ കൊടുത്ത് നാടൻ കോഴി വാങ്ങിക്കണതെന്ന്. അപ്പോൾ കർക്കിടക മാസമൊക്കെയാണ്, നമുക്കൊരു ഉള്ളിക്കോഴിയൊക്കെ വെച്ച് കഴിക്കണം എന്നുണ്ട്. പിന്നെ എൻ്റെ സ്വന്തം വീട്ടിലെ കോഴിനെ അറുത്താൽ എനിക്ക് തിന്നാൻ പറ്റൂല കേട്ടോ, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഞാൻ വേറെ വീട്ടിൽ വന്നിട്ട് വാങ്ങിക്കുകയാണ്. അപ്പോൾ കർക്കിടക മാസമാണ്, ആത്മീയതയുടെയും ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഒക്കെ മാസമാണ്. അപ്പോൾ ഈ ഒരു മാസത്തിൽ വർഷത്തിലൊരു മാസമാണ് നമ്മൾ ആരോഗ്യത്തിന് വേണ്ടി ചിലവഴിക്കുന്നത്. അപ്പോൾ ഈ ഒരു മാസത്തിൽ നമ്മൾ എന്ത് തിന്നാലും ശരീരത്തിന് പിടിക്കും എന്നാട്ടോ പറയാം. അപ്പോൾ ഉലുവക്കഞ്ഞി വെച്ച് കുടിക്കുന്നവരുണ്ട്, നാടൻ കോഴി ഉണ്ടാക്കി കഴിക്കുന്നവരുണ്ട്, പിന്നെ ലേഹങ്ങൾ കഴിക്കുന്നവരുണ്ട്. അപ്പോൾ ഇതൊക്കെ തടി കൂട്ടാനല്ല കേട്ടോ, തടി വേറെ ആരോഗ്യം വേറെയാണ്, അതൊരു തെറ്റിദ്ധാരണയാണ്. അപ്പോൾ ഞാനും അത്യാവശ്യം തടിയുള്ള ആൾ തന്നെ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കുമ്പോൾ അതിന് ചിലർ ഇനി എങ്ങോട്ടാണ് തടിക്കണമെന്ന് നോക്കി. ഇപ്പോൾ തടിക്കാൻ വേണ്ടിയിട്ടല്ല, എല്ലിനും പല്ലിനും ഞരമ്പിനും ആരോഗ്യമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടും ബലം കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മളിങ്ങനെ ഓരോരോ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ പല ബാച്ച് മക്കളെ പല കൂട്ടിലായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ളൊരു കോഴിനെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഞാൻ വാങ്ങിച്ച കോഴി കേട്ടോ. 400 രൂപയാണ് കൊടുത്തിട്ടുള്ളത്. 4 മാസമായി എന്നാണ് പറഞ്ഞത്. 4 മാസമായ ഒരു നല്ലൊരു പെടക്കോഴിനെയാണ് ഞാൻ വാങ്ങിയ കേട്ടോ. അങ്ങനെ ഞാനിതിനെ വാങ്ങി. അപ്പോൾ ഈ വീട്ടിലെ താത്ത ചോദിക്കേണ്ട ആരാ പ്രസവിച്ചെടുക്കണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ആരും പ്രസവിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ പ്രസവിച്ച പെണ്ണുങ്ങൾക്കാണ് സാധാരണ ഇങ്ങനത്തെ നാടൻ കോഴിയൊക്കെ വെച്ച് കൊടുക്കുക കേട്ടോ. ഇങ്ങനത്തെ ഒരു കോഴി ഒരു ദിവസം കൊടുക്കും. അങ്ങനെ 7 ദിവസം തുടർച്ചയായിട്ടൊക്കെ പ്രസവിച്ച സ്ത്രീകൾക്ക് കൊടുക്കും കേട്ടോ. അപ്പോൾ പ്രസവിച്ചവർക്ക് മാത്രമല്ല എല്ലാവർക്കും കഴിക്കട്ടോ. ഇനിയിപ്പോൾ ഗൾഫിൽ നിന്നൊക്കെ ഭയങ്കര ഭാരിച്ച പണിയെടുത്ത് നാട്ടിൽ വന്ന് ക്ഷീണിച്ച ആൾക്കാർക്ക്, പുരുഷന്മാർക്കൊക്കെ കഴിക്കട്ടോ. നാടൻ കോഴി എല്ലാവർക്കും ബെസ്റ്റാണ്. അപ്പോൾ ഈ ഒരു പ്രായത്തിലുള്ള കോഴിനെ വേണം ഉള്ളിക്കോഴി വെക്കാനായിട്ട് വാങ്ങിക്കേണ്ടത് കേട്ടോ. അതായത് നല്ല ചെറിയ കോഴിയല്ല, വലിയ മൂത്ത കോഴിയും അല്ല കേട്ടോ. മൂത്ത കോഴിയൊക്കെ ആകുമ്പോൾ ഇറച്ചി വെന്ത് കിട്ടൂല കേട്ടോ. അങ്ങനെ ഞാൻ ഈ ഒരു പ്രായത്തിൽ, അതായത് 4-5 മാസത്തിൻ്റെ ഇടയിലുള്ള കോഴിനെയാണ് വാങ്ങേണ്ടത്, നമ്മൾ വെക്കേണ്ടത്. അങ്ങനെ അത് വെട്ടിച്ച്, നമ്മളവിടെ വെട്ടിക്കാൻ 30 രൂപ കേട്ടോ ചാർജ്. നിങ്ങളവിടെയൊക്കെ എത്രയാണ്? അങ്ങനെ അതാ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയ കോഴി നമ്മൾ കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടി ചെറിയുള്ളി കേട്ടോ. വെല്ലുള്ളി ഉപയോഗിക്കുക ചെയ്യരുത്. ചെറിയുള്ളി ഒരു കൈപ്പിടുത്തം ചെറിയുള്ളി ഇടുക. പിന്നെ നമ്മൾ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പിന്നെ തക്കാളി, അര തക്കാളി ഇട്ടോ, ഒരു തക്കാളി ഒന്നും വേണ്ട. പിന്നെ ഒരു പച്ചമുളക് ഇടുന്നുണ്ട്, ഞാനത് ഇടാൻ വിട്ടുപോയി. പിന്നെ കറിവേപ്പില ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് പൊടികളൊക്കെ ചേർക്കാം കേട്ടോ. പിന്നെ കുറച്ച് ഉലുവ ഒരു 1/4 ടീസ്പൂൺ ഉലുവ മതി. പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ മല്ലിപ്പൊടി, പിന്നെ നമ്മൾ പിന്നെ എന്താ പറയുക, കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, ഈ പൊടികളൊക്കെ ചേർക്കുന്നുണ്ട്. എനിക്കൊക്കെ കൈ കണക്കാട്ടോ, അതുകൊണ്ട് എനിക്ക് ടീസ്പൂണിൻ്റെ കണക്ക് പറയാൻ അറിയില്ല. മല്ലിപ്പൊടി നമ്മൾ അത്യാവശ്യം നല്ലോണം ചേർക്കുന്നുണ്ട്, അതായത് ഒരു 2 ടേബിൾ സ്പൂണെങ്കിലും ഉണ്ടാവും കേട്ടോ. കുരുമുളക് പൊടി അതേപോലെ തന്നെ നമ്മൾ ചേർക്കുന്നുണ്ട്. ഗരം മസാല പിന്നെ ഒരു പിഞ്ചേ നമ്മൾ ചേർക്കണുള്ളൂ. ഇതൊക്കെ കൂടി ചേർത്ത് പിന്നെ കുറച്ച് ഉപ്പും ചേർത്ത് നല്ല പോലെ കുഴയ്ക്കുക കേട്ടോ. കൈ കൊണ്ട് നല്ലോണം കുഴയ്ക്കാൻ, ആ കുഴയ്ക്കൽ നന്നാവണം. ഒരു ഇത്തിരി വെളിച്ചെണ്ണ ഇറ്റിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ടീസ്പൂൺ മതിയാവും. നല്ലപോലെ കുഴച്ച് നല്ലോണം കുറച്ച് നേരം തന്നെ കുഴയ്ക്കണം. നമ്മൾ ഒരു 2-3 മിനിറ്റ് ഒരു ഇത്തിരി വെള്ളം ഊറ്റിച്ച് കൊടുക്കണ്ട. വെള്ളം അധികമാകാൻ പാടില്ല, കുറച്ച്. എന്താ വെച്ചാൽ കോഴിയിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും കേട്ടോ. നല്ല പോലെ കുഴച്ച് മിക്സ് ആക്കിയിട്ട്, വെള്ളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നെകക്ക്, അതായത് കോഴി ഒന്ന് മുങ്ങാനുള്ള വെള്ളം വെച്ചാൽ മതി, അധികം വെക്കണ്ട, കോഴിയിൽ നിന്ന് വെള്ളം ഇറങ്ങും. നല്ല പോലെ കുഴയ്ക്കുക, നല്ലോണം കുഴയ്ക്കുക, നല്ല ഞെരടി കുഴയ്ക്കുക. എന്നിട്ട് നല്ലോണം ഇതാക്കിയിട്ട് ഈ ഒരു അളവിലാണ് വെള്ളം കേട്ടോ. പിന്നെ നമ്മൾ കുക്കർ മൂടി വെച്ചിട്ട് വിസിലടുപ്പിക്കുക കേട്ടോ. സാധാരണ നമ്മൾ ബ്രോയിലർ ചിക്കൻ ഞാനിവിടെ 3 വിസിലാട്ടോ അടുപ്പിക്കൽ. അപ്പോൾ ഇത് എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലടുപ്പിച്ച്, പിന്നെ ഒന്ന് സിമ്മിലിട്ടിട്ട് ഒരു 4 വിസിലടുപ്പിച്ചിട്ടോ. ഇത് പിന്നെ കുക്കറിൻ്റെ ആവി പോണ വരെ തുറക്കരുത്, ഫുള്ള് തണുത്തതിൻ്റെ ശേഷം നമ്മൾ തുറന്ന് നോക്കുക കേട്ടോ. അപ്പോൾ ദാ ഈ ഒരു രീതിയിലാട്ടോ കാണുന്നത്. പിന്നെ ഇതിലേക്ക് നമ്മൾ ലാസ്റ്റ് ചേർക്കണതാണ് 1 ടീസ്പൂൺ പശു നെയ്യ്, നല്ല പശു നെയ്യ് കേട്ടോ, അത് ചേർക്കുക. അതെന്തായാലും മസ്റ്റാണ്, ഇത് സ്കിപ്പ് ചെയ്യരുത് ആരും. ഇതാണ് ഇതിന് ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ നല്ല ചൂടുള്ള കറിയായതുകൊണ്ട് ഇത് വേഗം തന്നെ മിക്സ് ആയിക്കോളൂ കേട്ടോ. അപ്പോൾ ഈ കറി കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം എന്തോരം ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് ഇനി വേണമെങ്കിൽ വെള്ളം വറ്റിക്കുക, ഗ്രേവിയോടെ കഴിക്കണമെങ്കിൽ അങ്ങനെ കഴിക്കുക. അതിൻ്റെ ഗ്രേവി മാത്രം മതി കേട്ടോ ചോറ് കഴിക്കണമെങ്കിൽ. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയോ പത്തിരീൻ്റെ കൂടെയോ ചപ്പാത്തീൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിൽ കഴിക്കാം. അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ കടയിലൊക്കെ പോയി വാങ്ങിക്കുന്ന 400 രൂപയ്ക്ക് ബ്രോസ്റ്റും ഷവായൊക്കെ വാങ്ങിക്കുന്നതിനെക്കാട്ടിലും എത്രയോ ടേസ്റ്റും ആരോഗ്യമുള്ളൊരു കറി കേട്ടോ. ഇത് ഉണ്ടാക്കി നോക്കട്ടെ എല്ലാവരും.